ഗായ്സ്, നമ്മളിപ്പോഴത്തെ ഒരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്കൊരു സെറ്റപ്പായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ഹോം തിയേറ്റർ ഉണ്ടാക്കാനായിട്ടാണ്. നമ്മുടെ മോളിൽ ഒരു ഹോം തിയേറ്റർ ഞാൻ പണിഞ്ഞല്ല, ആൾക്കാരെ കൊണ്ട് പണിയിപ്പിച്ചിട്ടുണ്ട്. 1,00,000 രൂപയായിരുന്നു. ഇത് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ട് ഒരു സെറ്റപ്പ് പോലെ ചെയ്യുന്നുണ്ട്. ടി വിയിൽ യൂട്യൂബ് കണ്ടിട്ട് ഇതാണ് നമ്മുടെ ഒരു സംഭവം കാണാൻ വേണ്ടി പറ്റാനായിട്ടുള്ള സാധനം. പിന്നെ ഇതാണ് നമ്മൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അങ്ങോട്ടേക്ക് ഫ്ലാഷ് അങ്ങോട്ടേക്ക് കണ്ടേ അത് ഇവിടെ സെറ്റ് ഇതാണ്. പിന്നെ ഇവിടെ ഒരു ലോക്ക് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ ഒരു പെട്ടി കണ്ടത് ചെയ്തേക്കുന്നത്, ഒരു പെട്ടിക്കകത്താണ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ കാശെടുത്ത് മേടിച്ച് അത് നമ്മുടെ സോഫ അവിടെ ഉണ്ട്. സോഫ, പിന്നെ ടേബിൾ ഫാൻ, പിന്നെയാണെങ്കിൽ കെട്ടിയിട്ടേക്കണ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. ഇവിടാണ് ഒന്നാമത്തെ സെറ്റപ്പ് കണ്ട് ഇതാണ് കേട്ടോ. ഇതൊന്നാമത്തെ കെട്ടിയിട്ടേക്കണത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളിങ്ങനെ കണക്ഷൻ ചെയ്ത് കെട്ടിയിട്ടേക്കണതാണ്. ഇവിടെ കണക്ഷൻ ചെയ്ത് കെട്ടിയിട്ടേക്കണേ. പിന്നെയാണെങ്കിൽ ഇതാണ്ട് ഇവിടെ ഒരു കെട്ടിയിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ ഇതാണ്ട് ഗായ്സ് കണ്ടോ, ഇവിടേക്ക് ചെറിയൊരു വെയിലായതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ ഹോം തിയേറ്റർ കാണിക്കട്ടെ. അവിടെ ഇങ്ങനെ ഷീറ്റ് കൊണ്ടൊരു സെറ്റപ്പാണ് ചെയ്തേക്കണം. കണ്ടോ, ഷീറ്റ് കൊണ്ടൊരു സെറ്റപ്പ് നമുക്കിങ്ങനെ അടച്ചിട്ടിട്ട് പിന്നെയാണെങ്കിൽ നമുക്ക് വേറൊരു ഹൈലൈറ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പണിക്കാരെ നിർദ്ദേശിച്ചിട്ട് പണിച്ച സാധനങ്ങളുണ്ടോ. ഈ ഷീറ്റ് നമ്മുടെ പണിക്കാരെ കൊണ്ട് പണിപ്പിച്ചാണ്. അപ്പം ഞാനെനിക്ക് ഒരു 1000 രൂപ കൊടുത്ത് നമ്മൾ തന്നെ 1000 രൂപ കൊടുത്തിട്ട് ഒരു കമ്പി, ഒരു ബെഞ്ച് പോലെ സെറ്റ് ചെയ്തിട്ട് പാപ്പൻ്റെ റൂമിലത്തെ ബെഡ് എടുത്ത്, പിന്നെ അതാണ്ട് ഒരു പായ എടുത്ത് അതിനെ കൊണ്ടിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ ഭയങ്കര ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മുടെ നേരെ നോക്കണ മാവില്ലേ, മാങ്ങയാണ് കേട്ടോ. നമ്മൾ മാങ്ങ കഴിക്കാൻ തുടങ്ങിയാൽ അവിടെ നിന്ന് മാങ്ങ എടുത്തങ്ങ് കഴിച്ചാൽ മാത്രം മതി. പിന്നെ എനിക്കാണ്ട് വേറെ ഒന്നുണ്ട്, ക്യാരം ബോർഡ് ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത്. അപ്പൻ്റെ അടുത്ത് കാലിൽ പിടിച്ചിട്ടാണ് ക്യാരം ബോർഡ് മേടിച്ചത്. അപ്പം ഞാനെങ്കിൽ ഈ ഹോം തിയേറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാലി പിടിച്ചാലാണെന്നറിയൂ. അതെ, എൻ്റെ കുഞ്ഞനീറ്റ ഗായ്സ്, അവളാണ് ഈ ഹോം തിയേറ്ററിൻ്റെ പണിക്ക് അവൾ കാല് പിടിച്ചിട്ട് വെച്ചത്. അപ്പം നമുക്ക് അതിൻ്റെ ബാക്കി പണി നോക്കാം. അപ്പം ഇതാണ്ടേ ഇത് നമ്മൾ പണിയിപ്പിച്ചാണ് മേടിച്ചതാണ്. ഇന്നലെ മേടിച്ചുള്ളൂ. ഒക്കെ ഇന്നലെ മേടിച്ച്. പിന്നാണെങ്കിൽ ഈ ഒരു സംഭവം എൻ്റെ അപ്പൻ്റെ വണ്ടിക്കകത്തുള്ള ഒരു മിററാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സംഭവം അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ടേക്ക് ഫ്ലാഷ് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് തിരിച്ച് ഫ്ലാഷ് പോലെ കൊടുക്കാനായിട്ടുള്ളതാണ്. പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ തുണികളൊക്കെ മാറ്റും നമ്മൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു. എല്ലാവർക്കും ബൈ.